കുട്ടികൾക്കൊക്കെ ധാരാളം മധുരം കഴിച്ചിട്ട് ഈ വിരശല്യം അതുവഴി ഓക്കാനവും ഛർദിയും വയറു വന്ന് വീർക്കലും വയറുവേദനയും ഒക്കെ ധാരാളമായിട്ട് കൂടെ കാണാറുണ്ട്. ഇത് കൂടുതലായിട്ട് ദഹന തകരാറുകളും വിശപ്പില്ലാതിരിക്കുമ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കലും മധുര പലഹാരങ്ങളും ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് ഇത് കൂടെ വരാനുള്ള ഒരു സംഗതി. അപ്പോൾ ഇത്തരക്കാർക്ക് ഈ വിരശല്യം നിയന്ത്രിക്കുന്നതിനായിട്ട് ഏലത്തരിയും കായവും കരയാമ്പൂ ഇത് തുല്യ അളവിലെടുക്കുക. എന്നിട്ടൊന്ന് ചട്ടിയിലിട്ട് ചെറുങ്ങനെ വറക്കുക. എന്നിട്ടത് പൊടിച്ച് ഒരു എയർ ടൈറ്റ് ജാറിൽ സൂക്ഷിച്ചു വെക്കുക. ഇത് 1 ടീസ്പൂൺ എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ദിവസം സൂക്ഷിക്കണം, 24 മണിക്കൂർ. എന്നിട്ട് പിറ്റേന്ന് എടുത്തിട്ട് അതിന് ഓരോ ടീസ്പൂൺ വീതം പലവട്ടമായിട്ട് കൊടുത്തു തീർക്കുക. മനസ്സിലായില്ലേ? ഇതേപോലെ പതിവായിട്ട് ഒരു 5 ദിവസമോ 7 ദിവസമോ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുന്ന ഈ വിരശല്യം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഈ വിരശല്യം ഉണ്ടാക്കുന്ന ഈ മധുര പലഹാരങ്ങൾ ഒഴിവാക്കും വേണം. വിശപ്പിനനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ മാത്രം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും മാത്രം കഴിക്കുന്നത് ശീലാക്കണം. എളുപ്പം ദഹിക്കുന്ന നന്നായിട്ട് പാചകം ചെയ്ത ആഹാരങ്ങൾ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളും മധുര പലഹാരങ്ങളും ദഹനക്കേട് ഉണ്ടാക്കുന്ന ബേക്കറി സംഗതികളും ഒഴിവാക്കിയാലേ കൃമിശല്യം വിരശല്യം അതുമൂലം ഉണ്ടാകുന്ന ഈ ഛർദിയും ഓക്കാനും വയറുവേദനയും ദഹന പ്രശ്നങ്ങളും കഫക്കെട്ടും ത്വക്ക് രോഗങ്ങൾ പോലും നിയന്ത്രിക്കുന്നതിന് ഇതുകൊണ്ട് സാധ്യമായേക്കാം. ഒരു പരിധിയിൽ കൂടുതൽ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടതായ ഔഷധങ്ങളും കൂടെ നിശ്ചയിക്കേണ്ടതാണ്. ഈ കരയാമ്പൂ ഇതിന് മാത്രമൊന്നുമല്ല, ഇനിയുണ്ട് ഒട്ടനവധി ഉപയോഗങ്ങൾ. ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. കരയാമ്പൂ നിങ്ങൾക്ക് ഒരു അലങ്കാര സസ്യമായിട്ട് പോലും നട്ടു വളർത്താവുന്നതാണ്. ഇതൊരു മീഡിയം സൈസ് ട്രീ ആണ്. ഒത്തിരി ജാതിക്കൊക്കെ പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കാട് പിടിച്ച് വളരില്ല എന്നർത്ഥം. അത് നിൽക്കുന്നതിന് തന്നെ ഒരു ഷേപ്പ് ഉണ്ട്. ഇത് കൃഷി ചെയ്യാവുന്നതാണ്, ഇടവിളയായിട്ട് പോലും കൃഷി ചെയ്യാവുന്നതാണ്. കാരണം തണലിലൊക്കെയാണ് വളരുക. കേരളത്തിലെ കാലാവസ്ഥ ഇത് കൃഷി ചെയ്യാനായിട്ട് വളരെ അനുയോജ്യമാണ്. കരയാമ്പൂ ഒരു സുഗന്ധവിളയായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഏതേത് രീതിയിലൊക്കെ ഉപയോഗിക്കണമെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. സിസൈജിയം ആരോമാറ്റിക് എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. മെറിഡേസെ ഫാമിലിയാണ്. ലവംഗം എന്നാണ് സംസ്കൃതം പേര്. ഗ്രാമ്പൂന്നും കരയാമ്പൂന്നൊക്കെ മലയാളത്തിൽ വിളിക്കും. ക്ലോവ് എന്നാണ് ഇംഗ്ലീഷ് നാമം. ക്ലോവ് ഓയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് ഏകദേശം ഒരു 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു മീഡിയം സൈസ് ട്രീ ആണ്. കരയാമ്പൂല് രൂക്ഷഗന്ധമുള്ള ബാഷ്പീകരണ സ്വഭാവമുള്ള ഒരു തൈലം അടങ്ങിയിട്ടുണ്ട്. അത് വാറ്റിയെടുക്കുന്നതാണ് ക്ലോവ് ഓയിൽ. ഈ ക്ലോവ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം യൂജിനോൾ എന്നുള്ളൊരു രാസഘടകമാണ്. ഇത് കൂടാതെ പ്രോട്ടീനും ഫാറ്റും സ്റ്റാർച്ചും കാൽസ്യം ഫോസ്ഫറസ് അയോഡിൻ അയൺ ഇതൊക്കെ കരയാമ്പൂല് അടങ്ങിയിട്ടുണ്ട് വ്യത്യസ്ത തോതിൽ. ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ തിക്ത കടു രസമാണ്, കടു വിഭാഗമാണ്, ശീതവീര്യമാണ്. അതുപോലെ തന്നെ ലഘു തീക്ഷ്ണ സ്നിഗ്ധ ഗുണത്തോട് കൂടിയതാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. കരയാമ്പൂവിന്റെ ഔഷധ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇത് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ ഇത് ചേർത്ത് വരുന്നത്. സുഗന്ധത്തിന് മാത്രമായിട്ടല്ല, ദഹനേന്ദ്രിയത്തെ ഉത്തേജിപ്പിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. അതുവഴി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ട് ദഹിച്ച് ആഗിരണം ചെയ്യുന്നതിനും കൂടെ സഹായകരമാകുന്നു എന്നർത്ഥം. അതുപോലെ ശ്വാസകോശത്തിന്റെ ലങ്സിന്റെ സങ്കോച വികാസങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായ ഒട്ടനവധി രോഗാവസ്ഥകൾ, തുടർച്ചയായിട്ട് ആസ്മ, ചുമ, കഫക്കെട്ട് ഇത്തരം രോഗാവസ്ഥകളിലും ഇത് ഫലപ്രദമാണ്. കരയാമ്പൂ കൊണ്ട് മാത്രം ഇത്തരം രോഗാവസ്ഥകൾ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറയല്ല. ഇതൊരു പൊടിക്കൈ പോലെ പ്രയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇത്തരം രോഗാവസ്ഥകൾ തയ്യാറാക്കുന്ന ഔഷധങ്ങളിൽ ഒരു ചേരുവയാണെന്ന് പറയാം. മറ്റ് പല ഔഷധദ്രവ്യങ്ങൾ ചേർക്കുന്ന കൂട്ടത്തിൽ കരയാമ്പൂവും ഒരു ഘടകമാണെന്ന് മാത്രം. ആധുനിക പഠനങ്ങൾ പ്രകാരം കോളറ എന്ന രോഗത്തിൽ ഉണ്ടാകുന്ന ആ അണുക്കളെ നശിപ്പിക്കുന്നതിന് ഈ ക്ലോവ് ഓയിലിൽ അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങൾ സഹായകരമാകുമെന്ന് പറയപ്പെടുന്നു. കരയാമ്പൂന്ന് വാറ്റിയെടുക്കുന്ന കരയാമ്പൂ തൈലം ദന്തരോഗ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഔഷധയോഗമായിട്ടുള്ള ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന്റെ പൂവും ഇലയും തൊലിയും കായും വേരും എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ടെന്ന് അർത്ഥം. ഇനി കരയാമ്പ് ഉപയോഗിച്ചുള്ള ചില പൊടിക്കൈകളൊന്ന് ശ്രദ്ധിക്കാം. അതായത് വിശപ്പില്ലാതിരിക്കുക, ചെറുങ്ങനെ ഒരു പനിക്കോള്, ചെറുതായിട്ട് കഫക്കെട്ട്, ചുമ ഇത്തരം രോഗാവസ്ഥകളിൽ കരയാമ്പൂവിന്റെ പൊടി 2-3 നുള്ളെടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം തേനും ചേർത്ത് നന്നായിട്ട് ചാലിച്ചിട്ട് ദിവസം 2-3 നേരം പതിവായിട്ട് കഴിക്കാമെങ്കിൽ ഈ കഫക്കെട്ട്, ചുമ, ദഹന തകരാറ്, വിശപ്പില്ലായ്മ, ചെറുങ്ങനെയുള്ള പനിക്കോള് ഇതൊക്കെ ശമിക്കുന്നതിന് സഹായകരമായേക്കാം. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരു പൊടിക്കൈ പോലെ. ഇനി മറ്റൊരു പ്രയോഗം ഈ തൊണ്ടവേദനയും ജലദോഷവും പനിയും ചുമയും നെഞ്ചിൽ കഫക്കെട്ടും കോവിഡ് ഒക്കെ വന്ന് മാറിയതിനു ശേഷം ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഇത്തരം അവസ്ഥയിൽ ഈ ക്ലോവ് ഓയിൽ കരയാമ്പൂ തൈലം അല്പം വെള്ളത്തിലൊഴിക്കുക. ഒരു 1/2 ടീസ്പൂൺ തൈലം ഒരു 1/2 കപ്പ് വെള്ളത്തിലൊഴിച്ചിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ആ ആവി കൊള്ളുന്നത് ഈ പറഞ്ഞ രോഗാവസ്ഥയിലൊക്കെ ആശ്വാസം ലഭിക്കുന്നതിന് സഹായകരമാവും. പല്ലുവേദനയും വായുനാറ്റൊക്കെ ശമിക്കുന്നതിന് ഈ കരയാമ്പൂ തൈലം അല്പം ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ദിവസം 2 പ്രാവശ്യം കാലത്തും വൈകിട്ട് ഒരു 5 മിനിറ്റ് നേരം കൗൾ കൊണ്ട് തുപ്പിക്കളയുന്നത് പല മോണരോഗങ്ങളും പല്ലുവേദനയും ശമിക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ വായുനാറ്റം അകറ്റി നിർത്തുന്നതിനും സഹായകരമാവുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു പൊടിക്കൈയല്ലേ. അതായത് നിങ്ങൾ വീട്ടിലൊക്കെ പലപ്പോഴും ചെയ്തു നോക്കിയിട്ടുണ്ടാവും. അതായത് പല്ലിൽ കാവിറ്റീസ് വന്നിട്ട് അതുവഴി പല്ലുവേദന അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ കരയാമ്പൂ തൈലം ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് ആ വേദനയുള്ള ആ കാവിറ്റിയിൽ വെച്ച് കടിച്ചു പിടിക്കുന്നത് ആ വേദന ശമിക്കുന്നതിന് സഹായിക്കും. നമ്മൾ വാദസംബന്ധമായ സന്ധിവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ചൂട് പിടിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഈ പല്ലുവേദനയുള്ള സമയത്ത് ചൂട് പിടിച്ചാൽ വേദന കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പുറമെ തണുത്ത ഐസ് പാക്ക് ഒക്കെ വെച്ചു കൊടുക്കുന്നത് വേദന ശമിക്കുന്നതിന് സഹായകരമാവും. അതായത് പല്ലുവേദന വരുമ്പോൾ ചൂടല്ല തണുപ്പാണ് പ്രയോഗിക്കേണ്ടതെന്ന് അർത്ഥം. ചൂട് പിടിച്ച
പിടിച്ചാൽ വേദന കൂടാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ടാണ് തണുപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത്. അതിനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു പ്ലാസ്റ്റിക് കവറിൽ നിറച്ചിട്ട് കവളത്ത് പിടിച്ചു കൊടുക്കുക. പല്ലുവേദനയുള്ള ഭാഗത്ത് പുറത്ത് പിടിച്ചു കൊടുക്കുന്നത് ആ വേദന ശമിക്കുന്നതിന് സഹായിക്കും. നിങ്ങളിൽ പലരും ഒരു ഹോം റെമഡി പോലെ പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാം ഈ ചുമയും കഫക്കെട്ടും. നെഞ്ചിനെ ആശ്രയിച്ച് കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഗ്രാമ്പൂ തൈലം ചെസ്റ്റിലും പുറത്തും വാരിപ്പുറങ്ങളിലൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ ചൂട് പിടിക്കുകയോ ആവി കൊള്ളുകയോ ചെയ്താൽ ഇത്തരം രോഗാവസ്ഥയ്ക്കൊക്കെ ഇപ്പൊ രാത്രി കാലങ്ങളിൽ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നതിന് സഹായകരമാവും. ഇത്തരം അവസ്ഥയിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 2-3 നുള്ള് കരയാമ്പൂവിന്റെ പൊടി തേനിൽ ചാലിച്ച് കൂടെ ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്യാം. ഈ രോഗാവസ്ഥയ്ക്കൊക്കെ ശമനം കിട്ടുന്നതിന് സഹായിക്കും. കോളറ രോഗത്തിൽ അതായത് അതിസാരവും ഛർദിയൊക്കെ ഉണ്ടാവുക, പനിയും ഉണ്ടാവുക, ഇത്തരം രോഗാവസ്ഥയിൽ ലൂസ് മോഷനും ഛർദിയുള്ള രോഗാവസ്ഥയിൽ മരുന്ന് കൊടുക്കൽ ചികിത്സ ആയുർവേദ ചികിത്സ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഔഷധങ്ങൾ സേവിച്ച് അത് ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തതിന് ശേഷം വേണം ഏത് രോഗാവസ്ഥയിലായാലും അതിന്റെ ഫലം കിട്ടാനായിട്ട്. പക്ഷെ ലൂസ് മോഷനും ഛർദിയുള്ള അവസ്ഥയിൽ ഔഷധങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കഴിച്ചാലും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കാറുമില്ല. അപ്പൊ ഈ അവസ്ഥയിൽ കരയാമ്പൂട്ട് തിളപ്പിച്ച വെള്ളം കൂടെ കുറേശ്ശെ പലവട്ടായിട്ട് കുടിക്കുന്നത് ഇത്തരം രോഗാവസ്ഥയിൽ ആശ്വാസം കിട്ടുന്നതിനും രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനും സഹായകരമാവുന്നതാണ്. ഇത്തരം അറിവുകൾ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും, കയറി കാണാവുന്നതാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.